താഴെത്തട്ടിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിനാൽ തന്നെ പ്രവർത്തകരുടെ ആവേശവും അതിനനുസരിച്ച് കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഓരോ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും കീഴിലാണ് അതാത് ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും ഗ്രാമപഞ്ചായത്തുകളിലെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ വളരെയധികം ബൂത്തുകൾ ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിൻ്റെയും പരിധിയിൽ വരും. സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും. അതിനാൽ തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചോ എന്നറിയുവാനുള്ള ആകാംക്ഷ പ്രവർത്തകർക്കുണ്ട്. അതിനാൽ തന്നെ ഓരോ കൗണ്ടിംഗ് കേന്ദ്രങ്ങളുടെ മുന്നിലും പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കൂടുതലും വടക്കൻ കേരളത്തിലാണ്. മലപ്പുറത്തും കോഴിക്കോടും കാസർഗോഡും കണ്ണൂരുമൊക്കെ വലിയ രീതിയിൽ തന്നെയാണ് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നത്. ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ മുന്നിലും പോലീസിന് പാടുപെടേണ്ടി വരുന്നുണ്ട്. പലയിടങ്ങളിലും ഇവരെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി സ്ട്രോങ് റൂമുകൾ തുറക്കുന്ന കാഴ്ച 15 മിനിറ്റിനുള്ളിൽ വോട്ടെണ്ണൽ തുടങ്ങാൻ പോവുകയാണ്. കേരളത്തിൽ ഏത് രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ചിത്രമാണ് ഇപ്പോൾ ഉള്ളത്? 2026 ഒരു വലിയ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുന്നതിന് മുൻപ് എന്താണ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയുണ്ടോ അതോ ഭരണ തുടർച്ചയുടെ സൂചനയാണോ ഉള്ളത് എന്ന് അറിയുന്നതിന് ഏതാനും നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണ് ബാക്കിയുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം 6 കോർപ്പറേഷനുകൾ ഏത് മുന്നണിയിലേക്ക് പോകും എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം 2 കോർപ്പറേഷനുകളാണ്. അത് തിരുവനന്തപുരവും തൃശ്ശൂരുമാണ്. അതേസമയത്ത് തന്നെ 86 മുനിസിപ്പാലിറ്റികളിൽ പല മുനിസിപ്പാലിറ്റികളും ശ്രദ്ധയാകർഷിക്കുന്ന മുനിസിപ്പാലിറ്റികൾ തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മധ്യ കേരളത്തിലെ പല മുനിസിപ്പാലിറ്റികളിലും UDFന് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളതാണ് അറിയുവാൻ ബാക്കിയുള്ളത്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ മുനിസിപ്പാലിറ്റികൾ, ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ളത് എറണാകുളം ജില്ലയിലും മലപ്പുറം ജില്ലയിലുമാണ്. അതിനാൽ തന്നെ ആ പ്രദേശങ്ങളിൽ UDFന് നിലവിലുള്ള ശക്തി നിലനിർത്തിക്കൊണ്ടു പോകുവാൻ കഴിയുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് തെക്കൻ കേരളത്തിൽ UDFന് കഴിഞ്ഞ തവണ തൂത്തുവാരുകയായിരുന്നു LDF തെക്കൻ കേരളത്തിലെ നഗരസഭകളിൽ. അതേ രീതി ആവർത്തിക്കാതെ അത് മറികടക്കുവാൻ UDFന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയുവാൻ ബാക്കിയുണ്ട്. തെക്കൻ കേരളത്തിൽ വർക്കല മുനിസിപ്പാലിറ്റി ഏറെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിലാണെങ്കിൽ ആന്തൂർ പോലെയുള്ള നഗരസഭകളിൽ LDFന്റെ ഏകപക്ഷീയമായ മുന്നേറ്റമാണ് കാണുന്നത്. ഇപ്പോൾ തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ആന്തൂർ നഗരസഭയ്ക്ക് കീഴിൽ ഉണ്ട് എന്നുള്ളത് LDFന്റെ ബ്ലോക്കിൽ 1 എന്ന് അടയാളപ്പെടുത്തുവാൻ സഹായിച്ചിട്ടുണ്ട്. LDF 1 എന്നുള്ളത് കാണുന്നത് കണ്ണൂർ ജില്ലയിലെ ആന്തൂർ നഗരസഭയിൽ LDFന്റെ സ്ഥാനാർത്ഥികൾ 2 പേർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. അത് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ദൃശ്യങ്ങൾ ഇപ്പോൾ സ്ട്രോങ് റൂമിനകത്തെ ദൃശ്യങ്ങളാണ്. നോക്കുക, കൃത്യമായി മാർക്ക് ചെയ്ത ഇടത്ത് അവിടെ വോട്ടിംഗ് യന്ത്രങ്ങൾ നിരത്തി വച്ചിരിക്കുകയാണ്. കൃത്യമായി, അതായത് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം കൃത്യമായി സീൽ ചെയ്ത് മാർക്ക് ചെയ്ത് സ്ട്രോങ് റൂമുകളിലേക്ക് എത്തിച്ച ആ വോട്ടിംഗ് മെഷീനുകളാണ് ഇരിക്കുന്നത്. പെട്ടിക്കകത്താണ് ജനമനസ്സ്, അവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് തിരികെ എടുക്കുകയാണ്. അത് ഓരോ കൃത്യമായി ടേബിളിലേക്ക് എത്തും. ടേബിളിലേക്ക് എത്തുമ്പോൾ പോളിംഗ് കൗണ്ടിംഗ് ഏജന്റുമാർക്ക് പരിശോധിക്കാം, സ്ഥാനാർത്ഥിയുടെ പ്രതിനിധികൾക്ക് പരിശോധിക്കാം കൃത്യമായ സീലുണ്ടോ, അത് സ്ട്രോങ് റൂമിനകത്ത് വെച്ച് മറ്റെന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന് അവർക്ക് പരിശോധിക്കാം. അവരുടെ പരിശോധനയ്ക്ക് ശേഷം അത് തുറക്കുകയാണ്, ആ ബോക്സ് തുറക്കുകയാണ്. അതിനുശേഷം അതിൽ നിന്നും വോട്ടിംഗ് യന്ത്രം എടുത്ത് പുറത്തേക്ക് വെക്കുന്നു. 1-2 ക്ലിക്കിനുള്ളിൽ അതിൻ്റെ ഫലം പൂർണ്ണമായി പുറത്തു വരികയാണ്. അത്ര സിമ്പിൾ നടപടിക്രമമാണ് ഉണ്ടാവുക. പക്ഷേ നമുക്കറിയാം, വാർഡുകളുടെ എണ്ണം ഏറെയാണ്, സ്ഥാനാർത്ഥികളുടെ എണ്ണം ഏറെയുണ്ട്. അതുകൊണ്ട് ഈ ഫലങ്ങൾ ക്രോഡീകരിച്ച് വരേണ്ടതുണ്ട്. പക്ഷേ അപ്പം അത് സമയാസമയത്ത് അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതാണ് സംസ്ഥാനത്ത് സംഭവിക്കാൻ പോകുന്നത്. ആദ്യ ഫലസൂചന 8:05, 8:10 ആ സമയത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നോക്കൂ, ഇനി കുറച്ച് സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. സംസ്ഥാനത്ത് കൗണ്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. വെറും 15 മിനിറ്റിനുള്ളിൽ കൗണ്ടിംഗ് അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. പോസ്റ്റൽ വോട്ടുകൾ, പിന്നീട് വോട്ടിംഗ് മെഷീനുകൾ, അങ്ങനെ ആ ക്രമത്തിൽ അങ്ങനെ പെട്ടെന്ന് വേഗത്തിൽ കൗണ്ടിങ് മുന്നോട്ട് പോകുമെന്നതാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും സംസ്ഥാനത്തിൻ്റെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നമ്മുടെ പ്രാദേശിക സർക്കാരുകളുടെ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നാണ് അതാണ് അതിൻ്റെ വസ്തുത. പക്ഷേ ഇത് കേരള രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനം കൂടിയാണ്. അവിടെ രാഷ്ട്രീയമുണ്ട്, പ്രാദേശിക വിഷയങ്ങളുണ്ട്, ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അടുത്തറിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയൊക്കെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവിൽ ഉണ്ടാവുന്നത്. അതിൻ്റെ പ്രതിഫലനമാണ് ഉണ്ടാവുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഇനി രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരുത്താനുള്ള ഒരു അവസരം കൂടി നൽകുന്നതാണ്. കാരണം ചുരുങ്ങിയ മാസമാണെങ്കിൽ കൂടിയും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അജണ്ടകൾ ഒന്ന് വേണമെങ്കിൽ മാറ്റിപ്പിടിക്കുക, നേതൃത്വത്തിൽ ഒരു മാറ്റം പരീക്ഷിക്കുക, അതല്ലെങ്കിൽ വിഷയങ്ങൾ ഒന്ന് മാറ്റുക, ചില തിരുത്തലുകൾ വരുത്തുക, ഇതൊക്കെയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അവർ കൊണ്ടുവന്ന ക്ഷേമ പെൻഷൻ പ്രഖ്യാപനങ്ങൾ. അത് ഏറ്റവും അധികം പ്രതിഫലനം ഉണ്ടാക്കുമെങ്കിൽ ഉണ്ടാക്കേണ്ട ഇടം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. അത് ഉണ്ടാക്കിയിട്ടുണ്ടോ? പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ അത്
ഉണ്ടായി LDF-ന് വലിയ നേട്ടമുണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് വലിയ കോൺഫിഡൻസ് നൽകും, പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകാം. അതല്ലെങ്കിൽ തിരുത്തലുകൾ വേണ്ടിവരുമെന്നതാണ്. ശബരിമല പോലെ UDF പ്രതിപക്ഷം ഉയർത്തിയ വലിയ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളുടെ പ്രതിഫലനം സ്വാഭാവികമായും ഉണ്ടാവാം. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന വലിയ അവകാശവാദം UDF മുന്നോട്ട് വെക്കുന്നതാണ്. കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളൊക്കെ അവർ ചില ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നതാണ്. അതിൻ്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ടോ എന്നതുകൂടി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരും. ഒപ്പം BJP-യുടെ നീക്കങ്ങൾ, BJP കേരളത്തിൽ വളരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ആ വളർച്ചയുടെ തോത് എത്രമാത്രം, ഇങ്ങനെയുള്ള ഫലങ്ങളുടെ എല്ലാമുള്ള വിലയിരുത്തലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത്. കേരളം ഭരിക്കുന്ന ഒരു സർക്കാരിന് തദ്ദേശ സ്ഥാപനങ്ങളിലും ഞങ്ങളുടെ പ്രതിനിധികൾ വേണമെന്നത് അവരുടെ ആഗ്രഹമാണ്. എങ്കിൽ മാത്രമേ ഭരണചക്രം, ഭരണ സംവിധാനം കൃത്യമായി പോവുകയുള്ളൂ. അങ്ങനെ ആ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പുതിയ ഭരണ നേതൃത്വം വരുന്നു എന്നതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നിർണായകമാക്കുക. ഇതിനിടയിലാണ് അഭിമാനകരമായ പോരാട്ടം നടക്കുന്ന ചില പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് പിടിക്കുമെന്ന ചോദ്യം, കൊച്ചിയിൽ എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യം, ഒപ്പം കണ്ണൂരിൽ എന്ത് സംഭവിക്കുന്നു, തൃശ്ശൂരിൽ എന്ത് സംഭവിക്കുന്നു, ഇങ്ങനെ 4 കോർപ്പറേഷനുകളുടെ ഫലം നിർണായകമാണ്. തീർച്ചയായിട്ടും 4 കോർപ്പറേഷനുകൾ അതിനിർണായകമാണ്. അതേപോലെ തന്നെ ഏതാനും ജില്ലാ പഞ്ചായത്തുകളും അങ്ങനെ തന്നെയാണ്. കാരണം UDF-ന് കഴിഞ്ഞ തവണ ഭരണം നഷ്ടപ്പെട്ട ജില്ലാ പഞ്ചായത്തുകൾ, അവിടെ UDF-ന് തിരികെ വരാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതിൽ വയനാട് പോലും കൃത്യം ഭൂരിപക്ഷത്തിൽ ഭരണത്തിലേറാൻ കഴിഞ്ഞിരുന്നില്ല UDF-ന്. അവിടെ ടോസിൻ്റെ സഹായത്തോടു കൂടിയാണ് വയനാട് ജില്ലാ പഞ്ചായത്ത് നേടുവാൻ UDF-ന് കഴിഞ്ഞത്. ആദ്യത്തവണ മറികടക്കേണ്ടതുണ്ട് UDF-ന് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇടുക്കി പോലെയുള്ള ജില്ലാ പഞ്ചായത്തുകൾ നഷ്ടമായത് UDF-ന് വലിയ ക്ഷീണം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ LDF-ലേക്കുള്ള വരവിൽ UDF-ന് നഷ്ടമായ ആ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങൾ അത് തിരികെ പിടിക്കാനോ അല്ലെങ്കിൽ അങ്ങോട്ട് തിരിച്ചുവരവ് നടത്തുവാനോ UDF-ന് കഴിഞ്ഞിട്ടുണ്ടോ എന്നറിയുവാനുള്ള പ്രധാനപ്പെട്ട ഒരു ലിറ്റ്മസ് ടെസ്റ്റായിട്ട് മാറുകയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ നേരത്തെ സജിത്ത് പറഞ്ഞതുപോലെ 2ാം ഘട്ടത്തിൽ വടക്കൻ കേരളത്തിൽ വർദ്ധിച്ചു വന്ന വോട്ടിംഗ് ശതമാനം, ഇല്ലേ, പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിരിക്കുന്ന വർധനവ്, അത് എന്തിൻ്റെ സൂചനയാണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉണ്ട്. അത് 2 തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഈ ഭരണവിരുദ്ധ വികാരമാണ്. അത് അവസാന ഘട്ടത്തിൽ ഉയർന്നു വന്ന ചില വിവാദങ്ങൾ പോലും അതിൽ ഉൾപ്പെടുന്നുണ്ട് സർക്കാരിനെതിരെ. അതാണ് UDF-ന്റെ പ്രതീക്ഷ. ഭരണവിരുദ്ധ വികാരത്തിൽ വോട്ടിൻ്റെ കൺസോളിഡേഷൻ നടക്കുന്നു. അത് എല്ലാ കാലത്തും ഉണ്ടാകാറുള്ളതാണ്. അതാണ് നടന്നിട്ടുള്ളത് എന്നുള്ള പ്രതീക്ഷ UDF-നുണ്ട്. പക്ഷേ മറുവശത്ത് സ്വാഭാവികമായിട്ടും LDF അത് നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു കൺസോളിഡേഷൻ ഉണ്ടായിട്ടില്ല. ഇത് സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു വികാരമാണ്. അത് മാത്രമല്ല, ഭൂരിഭാഗം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് LDF ആണ്. അപ്പോൾ അവിടങ്ങളിൽ ഒരു ഭരണമാറ്റത്തിന് സാധ്യതയില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കൺസോളിഡേഷനാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് LDF-ന്റെ പ്രതീക്ഷയും LDF പരസ്യമായിട്ട് പറയുന്നതും. പക്ഷേ ചിലയിടങ്ങളിലെങ്കിലും LDF-ന് കഴിഞ്ഞ തവണത്തെ നേട്ടം ആവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർ രഹസ്യമായിട്ടാണെങ്കിലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ തിരുവനന്തപുരം വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ തവണ വലിയ ആത്മവിശ്വാസം LDF-നുണ്ടായിരുന്നു. കഴിഞ്ഞ തവണയും ഇതേ ട്രെൻഡ് ഉണ്ടായിരുന്നു. BJP-ക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ പറ്റില്ലേ എന്നുള്ള ചോദ്യം. പക്ഷേ അവസാന നിമിഷം LDF-ന് പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു, കേവല ഭൂരിപക്ഷം തന്നെ നേടാൻ കഴിയുമെന്ന്. അതവർ കൃത്യം നേടുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ ആത്മവിശ്വാസം കുറവാണ് LDF-ന്. പക്ഷേ BJP കേന്ദ്രങ്ങളിലും അത്ര കണ്ട് ആത്മവിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില രീതിയിലുള്ള വിവാദങ്ങൾ അവരെയും BJP-യെയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ അലട്ടിയിരുന്നു. അതും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ശബരിമല പോലെയുള്ള വിഷയങ്ങൾ ഏത് രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പത്തനംതിട്ടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പ്രതിഫലിച്ചിട്ടുണ്ടോ എന്നുള്ളത്. കാരണം പത്തനംതിട്ട UDF-ന്റെ ശക്തി കേന്ദ്രമായിരുന്നു. പക്ഷേ അവിടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന്റെ വലിയ രീതിയിലുള്ള മുന്നേറ്റം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും കണ്ടത്. അവിടെ പത്തനംതിട്ടയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പത്തനംതിട്ടയിലെ 4 മുനിസിപ്പാലിറ്റി